മിൽമ പാലിന്റെ വില വർദ്ധിപ്പിച്ചു. ലിറ്ററിന് 4 രൂപയാണ് കൂട്ടിയത്. ജൂൺ 1 മുതൽ വില വർധന പ്രാബല്യത്തിൽ വരും. തെരഞ്ഞെടുപ്പിന് മുന്നേ എടുത്ത തീരുമാനം ഇന്ന് ചേർന്ന ബോർഡ് യോഗം അംഗീകരിക്കുകയായിരുന്നു. ഗോപാൽ ശിലാസിന് വിവരങ്ങളുമായി. ഗോപാൽ, തെരഞ്ഞെടുപ്പിന് തൊട്ടു മുൻപാണ് ഈ പാൽ വില കൂട്ടാനുള്ള തീരുമാനമുണ്ടായിരുന്നത്. അതിപ്പോൾ നടപ്പാവുകയാണ് എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? എന്താണ് ഇപ്പോൾ മിൽമ ചെയർമാൻ പറയുന്നത്? ഗോപാൽ, സ്മൃതി സൂചിപ്പിച്ചതുപോലെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന് മുൻപേ തന്നെ മിൽമ പാലിന്റെ വില വർദ്ധിപ്പിക്കണമെന്ന ശുപാർശ മിൽമ സർക്കാരിന് സമർപ്പിച്ചതാണ്. എന്നാൽ ആ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ അത് നീണ്ടുപോവുകയായിരുന്നു. പിന്നീട് നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വന്നു. അതുകൊണ്ട് തന്നെ ആ വില വർധനവ് നീണ്ടു പോയി. ഏറ്റവും ഒടുവിൽ ഇക്കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസങ്ങളിൽ ഫലപ്രഖ്യാപനത്തിന് തൊട്ട് മുൻപായി ഇത്തരത്തിൽ ഒരു വില വർധനവിന് വേണ്ടിയുള്ള ശ്രമം മിൽമ നടത്തിയെങ്കിലും പെരുമാറ്റച്ചട്ടത്തിന്റെ പേരിൽ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ അനുമതി കിട്ടാതെ പോവുകയായിരുന്നു. ഏറ്റവും ഒടുവിൽ പുതിയ സർക്കാർ വന്നതിനു ശേഷം ഇന്ന് ചേർന്ന ഭരണസമിതി യോഗത്തിൽ മിൽമ പാലിന് ലിറ്ററിന് 4 രൂപ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം ഉണ്ടായിരിക്കുന്നു. ഇനി മുതൽ 52 രൂപയായിരുന്ന മിൽമ പാലിന് 1 ലിറ്ററിന് 56 എന്ന തരത്തിലേക്കാണ് വർദ്ധിപ്പിച്ചിരിക്കുന്നത്. ദീർഘനാളായിട്ട് വിവിധ മേഖലാ യൂണിയനുകളുടെ ആവശ്യമാണ്. കർഷകർ വലിയ പ്രതിസന്ധിയിലാണ്. കടുത്ത വരൾച്ചയും ഇന്ധന വില വർധനവും അന്യസംസ്ഥാനങ്ങളിൽ നിന്നുള്ള പാലിന്റെ വരവും നിർന്നതോടുകൂടി തന്നെ ഇത്തരത്തിൽ വിലവർധനവ് അനിവാര്യമാണ് എന്നും അത് വർദ്ധിപ്പിച്ച് നൽകിയേ മതിയാകൂ എന്നതുമായിരുന്നു അവർ ആവശ്യപ്പെട്ടിരുന്ന കാര്യം. അതിന്റെ അടിസ്ഥാനത്തിൽ ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം തീരുമാനമെടുത്തു. ഇന്ന് രാവിലെ മുഖ്യമന്ത്രി വി.ഡി. സതീശനെ മിൽമയുടെ എറണാകുളം മേഖലാ യൂണിയൻ ഭാരവാഹികൾ നേരിൽ കണ്ട് ഈ ആവശ്യം അറിയിച്ചിരുന്നു. ധൈര്യമായി വിലവർധനവുമായി മുന്നോട്ട് പോകാൻ എന്ന നിർദ്ദേശമാണ് ഇത്തരത്തിൽ ഈ വി.ഡി. സതീശൻ മുഖ്യമന്ത്രി മിൽമ ഭാരവാഹികൾക്ക് നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഇന്ന് ചേർന്ന ഭരണസമിതി യോഗം ഇത്തരത്തിൽ ഒരു തീരുമാനം എടുത്തിരിക്കുന്നത്. ഏതാനും നിമിഷങ്ങൾക്ക് മുൻപാണ് മിൽമ ഭരണസമിതി യോഗം സമാപിച്ചത്. അതിനുശേഷം മിൽമ ചെയർമാൻ കെ.എസ്. മണി തന്നെയാണ് ഇത് ഔദ്യോഗികമായി അറിയിക്കുകയും ചെയ്തത്. 3.35 രൂപ കർഷകർക്ക് കിട്ടുന്ന തരത്തിൽ, ഭൂരിഭാഗം തുകയും കർഷകർക്ക് കിട്ടുന്ന തരത്തിലാണ് പുതിയ ക്രമീകരണമെന്നും ചെയർമാൻ അറിയിച്ചിട്ടുണ്ട്. അതേസമയം തന്നെ പാൽ ഉൽപ്പന്നങ്ങളുടെ കാര്യത്തിലെ വിലവർധനവ് സംബന്ധിച്ച് വരുന്ന ദിവസങ്ങളിലായിരിക്കും തീരുമാനമെടുക്കുക. കാരണം ഇപ്പോൾ വിലവർധനവിന്റെ ആവശ്യമുണ്ടോ എന്നത് ഒരു പഠന വിധേയമാക്കി പരിശോധിച്ചതിന് ശേഷം മാത്രം തീരുമാനമെടുത്താൽ മതി എന്നതാണ് ഭരണസമിതി യോഗം തീരുമാനിച്ചിരിക്കുന്നത്. ആ പരിശോധനയ്ക്ക് വേണ്ടിയിട്ട് MDയെ ചുമതലപ്പെടുത്തുകയും ചെയ്തു. MD ഇത് സംബന്ധിച്ച ഒരു റിപ്പോർട്ട് അടുത്ത ഭരണസമിതി യോഗത്തിൽ വെച്ചതിന് ശേഷം മാത്രമാകും പാൽ ഉൽപ്പന്നങ്ങൾക്ക് വില കൂട്ടണോ വേണ്ടയോ എന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. എന്താണെങ്കിലും ഏറ്റവും പുതിയതായി പുറത്തുവരുന്ന വിലപ്രകാരം 52 രൂപയായിരുന്ന പാലിന് 56 ആയിരിക്കും ഇനി മുതൽ. മിൽമയുടെ 4 തരത്തിലുള്ള പാൽ ഉൽപ്പന്നങ്ങളാണ് പാലാണ് ലഭിക്കുന്നത്. കൊഴുപ്പിന്റെ അടിസ്ഥാനത്തിൽ പ്രധാനമായും 3 ഇനത്തിലുള്ളവ നമുക്ക് വിപണിയിൽ സുലഭമായി തന്നെ കിട്ടും. അവയ്ക്ക് ഓരോന്നിനും ഈ 4 രൂപ വീതം കൂടും എന്നും ഔദ്യോഗികമായി തന്നെ ഇപ്പോൾ അറിയിച്ചിട്ടുണ്ട്. സ്മൃതി. ശരി, ഗോപാൽ ശിലാസാണ് വിവരങ്ങൾ നൽകിയത്.